നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. ഹരിയാനയിൽ നയാബ് സിംഗ് സേനി സർക്കാരിന്റെ നിലനിൽപ്പ് പ്രതിസന്ധിയിൽ 3 സ്വതന്ത്ര MLA-മാർ BJP സർക്കാരിന് നൽകിയ പിന്തുണ പിൻവലിച്ചു. 90-അംഗ നിയമസഭയിൽ സർക്കാരിന്റെ അംഗസംഖ്യ 42 കുറഞ്ഞു. സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഹരിയാനയിൽ JJP വിമതരുടെ പിന്തുണയോടെ അധികാരത്തിൽ തുടരുന്ന BJP സർക്കാരിനെ തുലാസിലാക്കിയിരിക്കുകയാണ് പുതിയ രാഷ്ട്രീയ നീക്കം. സോംവീർ സാങ്വാൻ, രൺധീർ ഗോലൻ, ധരംപാൽ ഗോന്ദർ എന്നീ 3 സ്വതന്ത്ര MLA-മാർ നയാബ് സിംഗ് സേനി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. പ്രതിപക്ഷ നേതാവ് ഭൂപേന്ദ്ര സിംഗ് ഹൂഡയെയും കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ് ഭാനെയും നേരിൽ കണ്ട് പിന്തുണ അറിയിച്ചു. ഇതോടെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ എണ്ണം 33ആയി. സ്വതന്ത്രരുടെ പിന്തുണ നഷ്ടമായതോടെ BJP സർക്കാരിന്റെ ഭൂരിപക്ഷം നഷ്ടമായി. സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഹരിയാന കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ് ഭൻ ആവശ്യപ്പെട്ടു. MLA-മാരുടെ പിന്തുണ ഉറപ്പിക്കാനായില്ലെങ്കിൽ സർക്കാരിന് ഭരണത്തിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. BJP-യുടെ തുടർ നീക്കങ്ങൾ നിർണായകമാണ്. നിയമസഭയുടെ കാലാവധി പൂർത്തിയാക്കാൻ മാസങ്ങൾ ബാക്കി നിൽക്കെ കർഷകരുടെയും ഗുസ്തി താരങ്ങളുടെയും സമരങ്ങളെ തുടർന്ന് BJP-ക്കെതിരെ ജനവികാരം ശക്തമാണ്. 24 ഡൽഹി. 3-ാം ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3-ാം ഘട്ടത്തിൽ 10 സംസ്ഥാനങ്ങളിലെ 93 മണ്ഡലങ്ങൾ വിധിയെഴുതി. 60% പോളിംഗ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. അന്തിമ കണക്ക് വരാനിരിക്കുന്നതേയുള്ളൂ. ഇന്നത്തെ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ 3 ഘട്ടങ്ങളിലായി 283 മണ്ഡലങ്ങൾ വിധിയെഴുതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ വോട്ട് രേഖപ്പെടുത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും കർണാടകയിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ഹിന്ദി ഹൃദയഭൂമിയിൽ നടക്കുന്ന പോരാട്ടം BJP-ക്കും കോൺഗ്രസിനും നിർണായകമാണ്. സൂറത്തിലെ BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ 26-ൽ 25 മണ്ഡലങ്ങളിലായിരുന്നു ഗുജറാത്തിൽ വോട്ടെടുപ്പ്. കനത്ത ചൂടുണ്ടായിരുന്നെങ്കിലും രാവിലെ മുതൽ ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്തു. आज तीसरे चरण का मतदान है. मैं देशवासियों को विशेष रूप से आग्रह करूंगा कि लोकतंत्र में मतदान एक सामान्य दान नहीं है. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള പ്രമുഖർ കർണാടകയിലെ വിവിധയിടങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തി. കർണാടകയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് 3-ാം ഘട്ടത്തോടെ പൂർത്തിയായി. ഈ തെരഞ്ഞെടുപ്പ് സാധാരണ തെരഞ്ഞെടുപ്പല്ലെന്നും ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ തങ്ങൾക്കനുകൂലമായ ജനവിധി ഉണ്ടാകുമെന്ന അവകാശവാദം BJP-യും ഇന്ത്യ മുന്നണി ഘടകകക്ഷികളും ആവർത്തിച്ചു. ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി മികച്ച നേട്ടമുണ്ടാക്കുമെന്ന് മെയിൻപുരി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഡിംപിൾ യാദവ് 24-നോട് പറഞ്ഞു. It is in a good position right now since this is a third phase election that's going on, and there'll be massive victory for the India bloc and for the Samajwadi Party in Uttar Pradesh, and I think so it is due to which all the negative aspects are being said by the Bharatiya Janata Party. പശ്ചിമ ബംഗാളിലെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടായി. അസമിൽ മികച്ച പോളിംഗാണ് രാവിലെ മുതൽ രേഖപ്പെടുത്തിയത്. ഛത്തീസ്ഗഡ്, ഗോവ, മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലും ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു. മുംബൈ, ബംഗളൂരു, ഡൽഹി ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മുസ്ലിംകൾക്ക് സംവരണം വേണമെന്ന പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ്. പ്രസ്താവന പ്രധാനമന്ത്രി രാഷ്ട്രീയ ആയുധമാക്കിയതോടെയാണ് തിരുത്തലുമായി രംഗത്തെത്തിയത്. മതാടിസ്ഥാനത്തിലല്ല, സാമൂഹികാടിസ്ഥാനത്തിലാണ് സംവരണം നൽകേണ്ടത് എന്നും ലാലു പ്രസാദ് യാദവ് ആവശ്യപ്പെട്ടു. സംവരണാനുകൂല്യങ്ങൾ മുസ്ലിങ്ങൾക്ക് കൂടി ലഭ്യമാക്കണമെന്നും ഭരണഘടനയെയും ജനാധിപത്യത്തെയും ഇല്ലാതാക്കാനാണ് BJP ശ്രമിക്കുന്നത് എന്നുമായിരുന്നു ലാലു പ്രസാദ് യാദവിന്റെ ആദ്യ പ്രസ്താവന. സംവരണ വിഷയമുയർത്തി പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന പ്രധാനമന്ത്രി ലാലു പ്രസാദിന്റെ പ്രസ്താവനയും പ്രചരണായുധമാക്കി. പിന്നാക്ക കോട്ട കുറച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. कर्नाटका में जितने भी मुसलमान हैं सबको रातों रात उन्होंने OBC बना दिया, रातों रात चोरी करके लूट लिया, और जो पहले इसका लाभ लेते थे उसका बहुत बड़ा हिस्सा मुसलमानों के खाते में चला गया. പിന്നാലെ ലാലു പ്രസാദ് യാദവ് നിലപാട് തിരുത്തി. ലാലു പ്രസാദിന്റെ പ്രസ്താവനയിൽ അകലം പാലിച്ച കോൺഗ്രസ് പ്രകടന പത്രികയിൽ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് വിശദീകരിച്ചു. As far as we are concerned, there is no controversy at all.
We go by the Constitution of India, and the Constitution of India does not allow reservations based on religion. Our manifesto is what we are fighting on. BJPക്ക് കിട്ടിയ രാഷ്ട്രീയ ആയുധം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ സജീവമാക്കാനാണ് നീക്കം. 24 ഡൽഹി. സംസ്ഥാനത്ത് വീണ്ടും ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. ഉഷ്ണതരംഗത്തെ പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ചൂടിന് ആശ്വാസമായി കാസർഗോഡും കണ്ണൂരും വേനൽ മഴ ലഭിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ആലപ്പുഴയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്. ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഇന്നു രാത്രി താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത. പൊതുജനങ്ങൾ ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ഉഷ്ണതരംഗത്തെ പ്രകൃതി ദുരന്തമായി പരിഗണിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. കർഷകർക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊള്ളുന്ന ചൂടിനാശ്വാസമായി കാസർഗോഡും കണ്ണൂരും വേനൽ മഴ ലഭിച്ചു. അടുത്ത 5 ദിവസം കൂടുതൽ പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴ സജീവമാകാൻ സാധ്യതയുണ്ട്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തെക്കൻ തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. കടലിൽ മുങ്ങിത്താണ മത്സ്യത്തൊഴിലാളിയെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. കുളച്ചൽ സ്വദേശി അജിനെയാണ് രക്ഷപ്പെടുത്തിയത്. ബേപ്പൂർ തീരത്ത് നിന്ന് 39 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം. രക്ഷാദൌത്യത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകൾക്ക് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉള്ളവർ ഉടൻ ചികിത്സ തേടണമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ 5 പേർക്ക് വെസ്റ്റ് നൈൽ പനി ബാധിച്ചതായി കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. ഇതുവരെ വെസ്റ്റ് നൈൽ ഫീവർ ലക്ഷണങ്ങളോടെ 6 പേരാണ് കോഴിക്കോട് ചികിത്സ തേടിയത്. ഇതിൽ 5 പേർക്ക് കഴിഞ്ഞ ശനിയാഴ്ച രോഗം സ്ഥിരീകരിച്ചു. 4 പേർ രോഗം ഭേദമായി വീട്ടിലെത്തിയപ്പോഴാണ് പരിശോധനാ ഫലം വന്നത്. ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. രോഗലക്ഷണമുള്ള വേങ്ങേരി സ്വദേശി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജനറലി ഇത് വെക്ടർ ബോൺ ഡിസീസ് ആണ്. മൊസ്കിറ്റോ പോലെ സെയിം ആസ് ഡെങ്കു സ്പ്രെഡ്സ്. സിമിലർലി വെസ്റ്റ് നൈലിൻ്റെ സ്പ്രെഡ് ആണ്. 5 പേരിലെ 4 പേർ ഓൾറെഡി വീട്ടിൽ തിരിച്ചു പോയി, ഒന്നും പ്രശ്നമില്ല. പിന്നെ ഒരു ആൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡ് ആണ്. മഴക്കാലത്തിന് മുന്നോടിയായി കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കാൻ നടപടികൾ ഊർജിതമാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകി. പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും കൊതുക് വഴിയാണ് മനുഷ്യരിലേക്ക് വെസ്റ്റ് നൈൽ പടരുന്നത്. രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിലാണ് രോഗം അപകടകാരിയാക്കുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. 24 കോഴിക്കോട്. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവർ യദുവിന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ്. നാളെ കന്റോൺമെന്റ് സ്റ്റേഷനിലെത്താൻ നിർദ്ദേശം നൽകി. യദുവിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും മേയർ ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവ് MLAയുടെയും മൊഴി രേഖപ്പെടുത്തുക. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, യദുവിനോട് എപ്പോൾ ഹാജരാകാനാണ് പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും യദുവിൽ നിന്ന് ശേഖരിക്കുക?
അതായത് ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട യദു നൽകിയ പരാതിയിലെടുത്ത കേസിലാണ് മൊഴി നൽകാൻ വേണ്ടി സ്റ്റേഷനിലെത്താൻ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നാളെ 11 മണിയോടുകൂടി കന്റോൺമെന്റ് സ്റ്റേഷനിലെത്തി മൊഴി നൽകണമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും യദു 11 മണിയോടെ തന്നെ സ്റ്റേഷനിലെത്തും. ഈ ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ടും ഒപ്പം സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടുവെന്ന വിഷയത്തിൽ ഉൾപ്പെടെ യദു സച്ചിൻ ദേവ് MLAക്കെതിരെയും മേയർക്കെതിരെയും മൊഴി നൽകാനാണ് സാധ്യത. വിശദമായ യദുവിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മേയറെയും ഒപ്പം സച്ചിൻ ദേവ് MLA ഉൾപ്പെടെ കേസിൽ 5 പ്രതികളെയും വിശദമായ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. ഈ മൊഴിയെടുപ്പെല്ലാം പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. ശരി, A.B. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. വിവാദത്തിലായ വിദേശയാത്ര. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ വീണ്ടും രാഷ്ട്രീയ വിവാദം. ആരെയും ഒന്നും അറിയിക്കാതെയുള്ള യാത്ര സ്പോൺസർഷിപ്പ് ആണോ എന്ന വിമർശനമാണ് കോൺഗ്രസും BJPയും ഉന്നയിച്ചത്. പാർട്ടിയുടെ അറിവോടെയാണ് സന്ദർശനമെന്നാണ് CPIMന്റെ വിശദീകരണം. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE എന്നീ 3 രാജ്യങ്ങളിലേക്കാണ് മുഖ്യമന്ത്രിയും കുടുംബവും പറന്നത്. ഭരണത്തലവൻ ദിവസങ്ങൾ നീണ്ട യാത്ര പോയപ്പോൾ ചുമതല കൈമാറിയില്ലെന്നും ഉത്തരവാദിത്തം നിറവേറ്റാതെ ഒളിച്ചോടിയെന്നും കോൺഗ്രസ്. ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നത്, ചാർജ് കൊടുത്തു ആർക്കെങ്കിലും? ഇവിടെ ഒരു എമർജൻസി വിഷയം വന്നു, ഇത് ആലയെന്ന് പശുക്കൾ ഇറങ്ങിപ്പോകും പോലെ പോവുകയാണ് മുഖ്യമന്ത്രി. എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഒളിച്ചോടുന്നത്? ജനങ്ങളോട് പറഞ്ഞ് എത്ര അന്തസ്സുള്ള അദ്ദേഹത്തിന് പോകാം. എന്തിനാണ് അദ്ദേഹം ഇതിങ്ങനെ ഈ കള്ളക്കളി കളിക്കുന്നത്? സ്പോൺസർഷിപ്പിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും മക്കളെയും കൂട്ടിപ്പോണ്ട വല്ല കാര്യമുണ്ടോ? വേറെ പണിയൊന്നുമില്ല ഇയാൾക്ക്. യാത്രയ്ക്ക് ചെലവ് എവിടെ നിന്നെന്നും സ്പോൺസർഷിപ്പ് ആണോ എന്നും BJP. പിണറായി വിജയൻ മക്കളെയും കൊച്ചുമക്കളെയും മകനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കൂട്ടി ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും പോയിരിക്കുകയാണ്. 3 വിദേശ രാജ്യങ്ങളിൽ വിനോദസഞ്ചാരം നടത്താനുള്ള വരുമാന സ്രോതസ് എന്താണ്? അത് എവിടെ നിന്നാണ് വരുന്നത്? അതാരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്? ആ സ്പോൺസർ ചെയ്ത ആരാണ് എന്ന് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. മുഖ്യമന്ത്രിയുടെ ആഡംബര യാത്രയെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. വിമർശനങ്ങൾ തള്ളിയ ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ എല്ലാം പാർട്ടിയും സർക്കാരും അറിഞ്ഞെന്നും ചട്ടം വിടുന്ന ആളല്ല മുഖ്യമന്ത്രിയെന്നും ആരോപണങ്ങളെ പ്രതിരോധിച്ചു. സ്റ്റേറ്റിന്റെ തലവൻ അദ്ദേഹം ഒരു നിയമലംഘനങ്ങളോ ചട്ടലംഘനങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം വളരെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ. അതെന്തിനാണ് നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത്? അദ്ദേഹം പോയിട്ട് വരട്ടെ. അതിനാണ് നിങ്ങൾ ചോദിക്കുന്നത് ആരാ സ്പോൺസർ ചെയ്യുന്നത്? എല്ലാ കാര്യവും നിങ്ങളോട് പറയണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, എല്ലാ കാര്യവും പറയണോ? ഞങ്ങൾ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ അദ്ദേഹം പറയേണ്ട സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുടുംബസമേതമാണ് മുഖ്യമന്ത്രിയുടെ യാത്ര. ഇന്നലെ പുലർച്ചയ്ക്ക് കൊച്ചിയിൽ നിന്ന് വിമാനം കയറി. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി വിദേശ സന്ദർശനത്തിലായിരുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും വീണ വിജയനും ഇന്തോനേഷ്യ മുതൽ മുഖ്യമന്ത്രിക്കൊപ്പം ചേരും. വിവിധ രാജ്യങ്ങളിലായി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന സംഘം 21-ന് തിരിച്ചെത്തുമെന്നാണ് അറിയിപ്പ്. 24 തിരുവനന്തപുരം. നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന മന്ത്രിസഭായോഗം മാറ്റിവെച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്ര തുടരുന്ന സാഹചര്യത്തിലാണ് മാറ്റം. മുഖ്യമന്ത്രി ഓൺലൈനായി മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കുമെന്നായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും പിന്നീട് യോഗം മാറ്റിവെക്കുകയായിരുന്നു. പുതിയ തീയതി പിന്നീട് തീരുമാനിക്കും. തിരുവനന്തപുരം കഴക്കൂട്ടം വെട്ടുറോഡിൽ ടിപ്പർ ലോറി ശരീരത്തിലൂടെ കയറിയിറങ്ങിയ യുവതിക്ക് ദാരുണാന്ത്യം. പെരുമാതുറ സ്വദേശി റുക്സാനയാണ് മരിച്ചത്. ടിപ്പർ ഡ്രൈവർ നഗരൂർ സ്വദേശി ജോയിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ ഗതാഗത മന്ത്രി മോട്ടോർ വാഹന വകുപ്പിനോട് റിപ്പോർട്ട് തേടി. കണിയാപുരത്ത് നിന്ന് കഴക്കൂട്ടം ഭാഗത്തേക്ക് ബന്ധുവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു റുക്സാന. സ്കൂട്ടറിനെ മറികടക്കാൻ ടിപ്പർ ശ്രമിച്ചപ്പോഴാണ് അപകടമുണ്ടായത്. സ്കൂട്ടറിൽ ടിപ്പർ ലോറി തട്ടിയതിനു പിന്നാലെ റുക്സാന വണ്ടിയുടെ അടിയിൽ കുടുങ്ങി. സമീപത്ത് ബസ് കാത്തുനിന്നവരുടെ നിലവിളി കേട്ടാണ് ലോറി ഡ്രൈവർ വാഹനം നിർത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ലോറി പിന്നോട്ടെടുത്താണ് യുവതിയെ പുറത്തെടുത്തത്. ഡ്രൈവർ നഗരൂർ സ്വദേശി ജോയിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിപ്പർ അമിതവേഗത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്കൂട്ടർ ഓടിച്ച യുവതിക്ക് പരുക്കില്ല. സംഭവത്തിൽ അടിയന്തര പരിശോധന നടത്തി നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. ടിപ്പർ ലോറികളുടെ വേഗം നിയന്ത്രിക്കാൻ ഗതാഗത വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. അലംഭാവം കാണിച്ച മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. കാസർഗോഡ് മഞ്ചേശ്വരത്ത് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസും കാറും കൂട്ടിയിടിച്ച കാർ യാത്രക്കാരായ പിതാവും 2 മക്കളും മരിച്ചു. തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശികളാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ആംബുലൻസ് യാത്രക്കാരെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റി.
രാവിലെ 11ഓടെ മഞ്ചേശ്വരം കുഞ്ചത്തൂരിലായിരുന്നു അപകടം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷം മടങ്ങുകയായിരുന്ന ശിവകുമാറും മക്കളും സഞ്ചരിച്ച കാർ രോഗിയുമായി മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് 3 പേരെയും പുറത്തെടുത്തത്. തൃശൂർ ഇരിങ്ങാലക്കുട പുതുമല വീട്ടിൽ ശിവകുമാർ, മക്കളായ ശരത്, സൗരവ് എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. 2 പേർ സംഭവസ്ഥലത്തും ഒരാൾ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യയുമാണ് മരിച്ചത്. ആംബുലൻസ് ദിശമാറി വന്നതാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. മഞ്ചേശ്വര കുഞ്ചത്തൂരിൽ ഇത് 2ാമത്തെ ആക്സിഡന്റ് ആണ് നടക്കുന്നത്. ആംബുലൻസ് ആക്സിഡന്റ് 2 ദിവസം മുമ്പ് ഇവിടെ എങ്ങനെ നടന്നു? ആംബുലൻസിന്റെ അജാഗ്രത കാരണമാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത്. അത്രയും വീതിയുള്ള റോഡ് ഉണ്ടായിട്ട് പോലും റോങ് സൈഡിൽ നിന്ന് കയറി വന്ന് ഇങ്ങനെ വരുന്ന മൂകാംബിക അമ്പലത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ റോങ് സൈഡ് കയറി വന്ന് അടിച്ചിട്ടാണ് ഈ അപകടമുണ്ടായത്. കാസർഗോഡ് ചട്ടഞ്ചാൽ സ്വദേശിയായ രോഗിയും ഭർത്താവും നഴ്സും ഡ്രൈവറുമാണ് ആംബുലൻസിലുണ്ടായിരുന്നത്. അപകടത്തിൽ പരിക്കേറ്റവർ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 24 കാസർഗോഡ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് പരിഗണിക്കുമെന്ന സൂചന നൽകി സുപ്രീം കോടതി. വ്യക്തമായ തെളിവ് ഹാജരാക്കാത്ത സാഹചര്യത്തിൽ കേസ് അനന്തമായി നീണ്ടുപോകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഇടക്കാല ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കുന്നത് സുപ്രീം കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. അതേസമയം കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി വിചാരണ കോടതി ഈ മാസം 20 വരെ നീട്ടി. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന കെജ്രിവാളിന്റെ ഹർജി പരിഗണിച്ചത്. PMLA ആക്ടിലെ സെക്ഷൻ 19 അനുസരിച്ചാണ് അറസ്റ്റ് നടന്നതെന്ന കാര്യത്തിൽ സുപ്രീംകോടതി സംശയം പ്രകടിപ്പിച്ചു. ശേഖരിച്ച തെളിവുകൾ എന്തൊക്കെയാണെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ ഇഡിക്ക് സാധിക്കാത്തതാണ് സുപ്രീംകോടതിയെ പ്രകോപിപ്പിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ കെജ്രിവാളിന് അർഹതയുണ്ട്. ഇതിനായി മാത്രമെങ്കിലും ജാമ്യം അനുവദിക്കേണ്ടി വരും. കെജ്രിവാളിന് ജാമ്യം നൽകുന്നത് സംബന്ധിച്ച പരാമർശത്തെ ഇഡിയും കേന്ദ്ര സർക്കാരും ശക്തമായി എതിർത്തു. കെജ്രിവാളിനെതിരെയുള്ള മൊഴികളുടെ ആധികാരികത ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാണ്. തെളിവില്ല എന്ന വാദം അതുകൊണ്ട് തന്നെ അടിസ്ഥാനരഹിതമാകുന്നു. കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുന്ന സാഹചര്യമുണ്ടായാൽ അത് നിയമം മുന്നോട്ട് വയ്ക്കുന്ന തുല്യത എന്ന സങ്കല്പത്തിന് എതിരാകുമെന്ന് സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനം മാറ്റിയ കോടതി കേസ് ഡയറി ഹാജരാക്കാൻ ഇഡിയോട് നിർദ്ദേശിച്ചു. ചൊവ്വാഴ്ച കേസ് വീണ്ടും സുപ്രീംകോടതി പരിഗണിക്കും. 24 ഡൽഹി. തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാന BJPയിൽ വിഭാഗീയത രൂക്ഷം. ഇന്ന് ചേർന്ന നേതൃയോഗം PK കൃഷ്ണദാസ് പക്ഷം ബഹിഷ്കരിച്ചു. എന്നാൽ ഇക്കാര്യം സംസ്ഥാന അധ്യക്ഷൻ തള്ളി. മാധ്യമങ്ങൾ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്ന് K സുരേന്ദ്രൻ പറഞ്ഞു. EP ജയരാജനുമായി ബന്ധപ്പെട്ട ശോഭാ സുരേന്ദ്രന്റെ തുറന്നുപറച്ചിൽ പാർട്ടിയുടെ വിശ്വാസ്യത തകർത്തുവെന്ന് യോഗത്തിൽ പ്രകാശ് ജാവ്ദേക്കർ വിമർശിച്ചു. കേരളത്തിൽ കുറഞ്ഞത് 5 സീറ്റിൽ ജയിക്കുമെന്നാണ് പാർട്ടിയുടെ അവകാശവാദം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഔദ്യോഗിക പക്ഷത്തിനെതിരെ നിലപാട് ഘടിപ്പിക്കാനാണ് PK കൃഷ്ണദാസ് പക്ഷത്തിന്റെ നീക്കം. PK കൃഷ്ണദാസ്, MT രമേശ്, AN രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ നേതൃയോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഔദ്യോഗിക നേതൃത്വം പെരുമാറിയതിൽ കടുത്ത അതൃപ്തിയിലാണ് കൃഷ്ണദാസ് പക്ഷം. ഔദ്യോഗിക പക്ഷത്തല്ലാത്ത സ്ഥാനാർത്ഥികൾക്കെതിരെ വന്ന ആരോപണങ്ങളെ മുരളീധര പക്ഷം പ്രതിരോധിക്കുന്നതിന് പകരം എതിരാളികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നാണ് വിമർശനം. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ നേതൃമാറ്റം ആവശ്യപ്പെടാനാണ് PK കൃഷ്ണദാസ് പക്ഷത്തിന്റെ നീക്കം. എന്നാൽ മാധ്യമങ്ങൾ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. അങ്ങനെ പറഞ്ഞോ? കൃഷ്ണദാസ് നിങ്ങളോട് പറഞ്ഞോ ബഹിഷ്കരിച്ചാണെന്ന്? അല്ല, നിങ്ങൾ ഈ പറഞ്ഞ ബഹിഷ്കരിച്ചോ എന്ന് കൃഷ്ണദാസോ MT രമേശോ രാധാകൃഷ്ണനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന ജോലിയാ. ഈ അനാവശ്യ വാർത്തകൾ നിങ്ങൾ കൊടുക്കരുത്. അവരാരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? നിങ്ങളുടെ ഓഫ് റെക്കോർഡെങ്കിലും പറഞ്ഞോ? എന്തിനാണ് നിങ്ങൾ ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത്? യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം നേതാക്കൾ പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു വിഷയത്തിൽ കേരള പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറുടെ പ്രതികരണം. Any party meeting, anything, somebody has some urgent work. It is not only 3. There may be 10-15 people who could not come. What is the logic? After election they are boycotting. They have taken president's permission. EP ജയരാജനുമായി താൻ നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രൻ നടത്തിയ പ്രതികരണം തെറ്റായിപ്പോയെന്ന് പ്രകാശ് ജാവ്ദേക്കർ വിമർശിച്ചു. ഇനി ഏതെങ്കിലും നേതാക്കൾ BJPയുമായി ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നും ജാവ്ദേക്കർ യോഗത്തിൽ ചോദിച്ചു. ശോഭയുടെ തുറന്നുപറച്ചിൽ ശരിവെച്ച് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയും ജാവ്ദേക്കർ രംഗത്തെത്തി. എന്നാൽ എല്ലാം മാധ്യമ സൃഷ്ടി മാത്രമെന്നായിരുന്നു പ്രകാശ് ജാവ്ദേക്കറുടെ പ്രതികരണം. തിരുവനന്തപുരം, തൃശൂർ, ആറ്റിങ്ങൽ, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്നും ആലപ്പുഴയിലും പാലക്കാടും BJP 2ാം സ്ഥാനത്ത് വരുമെന്നുമാണ് സംസ്ഥാന ഭാരവാഹി യോഗത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ വിജയം പ്രതീക്ഷിക്കുന്ന സീറ്റുകളുടെ എണ്ണം പറയാൻ തയ്യാറാകാതിരുന്ന BJP സംസ്ഥാന അധ്യക്ഷനെ തിരുത്തി പ്രകാശ് ജാവ്ദേക്കർ രംഗത്തെത്തി. ചുരുങ്ങിയത് 5 സീറ്റിൽ ജയിക്കുമെന്നായിരുന്നു പ്രകാശ് ജാവ്ദേക്കറുടെ തിരുത്ത്. 24 തിരുവനന്തപുരം.
KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുധാകരൻ തിരികെയെത്തുന്നു. നാളെ ഇന്ദിരാഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ചുമതല ഏറ്റെടുക്കും. വിവാദങ്ങൾ ഒഴിവാക്കാൻ സുധാകരനുടെ സ്ഥാനം ഏറ്റെടുക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയായിരുന്നു. പദവിയെ ചൊല്ലി തർക്കമില്ല എന്ന് കെ സുധാകരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ മടങ്ങിയെത്തില്ലെന്ന അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ചാണ് സുധാകരൻ നാളെ ചുമതലയേൽക്കുക. നാളെ രാവിലെ 10 മണിക്ക് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസനിൽ നിന്ന് ചുമതല ഏറ്റെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്ന ജൂൺ 4 വരെ ഹസൻ തുടരുമെന്നായിരുന്നു നേരത്തെ ഉണ്ടാക്കിയ ധാരണ. എന്നാൽ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മടങ്ങിവരവ് സംബന്ധിച്ച് വിവാദങ്ങൾ ഉയർന്നതോടെ സുധാകരന്റെ കൂടി താൽപര്യം പരിഗണിച്ചാണ് ഹൈക്കമാൻഡ് അനുമതി നൽകിയത്. അധ്യക്ഷ പദവിയെ ചൊല്ലി കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ലെന്നും താൻ തന്നെയാണ് KPCC അധ്യക്ഷനെന്നും കെ സുധാകരൻ. ഇതൊരു ഫോർമാലിറ്റി എന്നതല്ലാതെ അതിനപ്പുറത്ത് വരെയൊക്കെ ഒരു കാര്യവുമില്ല. അതിനൊക്കെ ഏത് സമയത്തും പോയി എടുക്കാം. ഇന്ന് പോകാം, നാളെ പോകാം, എടുക്കാം. പക്ഷേ ഞാനൊന്ന് അത് ഒക്കെ ഹൈക്കമാൻഡൊക്കെ ആയി ഡിസ്കസ് ചെയ്തിട്ടേ എടുക്കുന്നുള്ളൂ. പാർട്ടിക്കകത്ത് ഒരു അനിശ്ചിതത്വം അതുകൊണ്ടു. പുതിയ അധ്യക്ഷനെ കണ്ടെത്തണമെന്ന കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിലുണ്ടായിരുന്നു. സുധാകരൻ വന്നതിനുശേഷം KPCC പുനഃസംഘടന പോലും പാളിപ്പോയെന്നും പാർട്ടിയുടെ പ്രാദേശിക സ്വാധീനം നഷ്ടമായെന്നുമാണ് ഇവർ ഉന്നയിക്കുന്ന വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം കൂടുതൽ നേതാക്കൾ പുതിയ അധ്യക്ഷനെ വേണമെന്ന ആവശ്യവുമായി ഹൈക്കമാൻഡിനെ സമീപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. 24 തിരുവനന്തപുരം. വാർത്തകളിലേക്ക് വീണ്ടും. അമേരിക്കയിൽ പ്രഭാത നടത്തത്തിനിടെ വാഹനമിടിച്ച് ബിലിവിയേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പൊലീത്ത മോർ അത്തനീസിയസ് യോഹാന് അപകടത്തിൽ ഗുരുതര പരുക്ക്. അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി ഡാലസിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അദ്ദേഹത്തിന്റെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? ആരോഗ്യനിലയിൽ കാര്യമായ കുഴപ്പങ്ങളില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് പ്രഭാത നടത്തത്തിനിടെയാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചതെന്ന് ബിലീവേഴ്സ് ചർച്ച് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. കാര്യമായ കുഴപ്പങ്ങളില്ല, പക്ഷേ അതിനനുസരിച്ച് അദ്ദേഹത്തിന് കാലിനും അതുപോലെ തന്നെ തുടയെല്ലിനും പരിക്കേറ്റിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അടിയന്തര ശസ്ത്രക്രിയ അല്പസമയത്തിനകം തന്നെ തുടങ്ങും എന്ന് മനസ്സിലാക്കുന്നു. കാര്യമായി ജീവന് കുഴപ്പമില്ലെങ്കിലും ഒരു വാഹനം ഇടിച്ചു, അതിനുശേഷം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനായി. അതുകൊണ്ട് തന്നെയാണ് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ അധികൃതർ വ്യക്തമാക്കുന്നത്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി ഹർഷീനയുടെ ആരോഗ്യാവസ്ഥ മോശമാണെന്ന് ഭർത്താവ് അഷ്റഫ്. കത്രിക കുടുങ്ങിയ സ്ഥലത്ത് പഴുപ്പുള്ളതിനാൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തണം. സാമ്പത്തിക പ്രതിസന്ധിയുള്ളതിനാൽ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പണം കണ്ടെത്താനാണ് ഹർഷീന സമരസമിതിയുടെ തീരുമാനം. കത്രിക നീക്കം ചെയ്ത ഹർഷീനയുടെ വയറ്റിൽ വീണ്ടും കൊഴുപ്പടിഞ്ഞുകൂടുകയും ഇത് പഴുക്കുകയും ചെയ്തു. വീണ്ടും ശസ്ത്രക്രിയ നടത്തി ഇവ നീക്കം ചെയ്യണം. സാമ്പത്തിക പ്രതിസന്ധിയിലായ കുടുംബം ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ഈ മാസം 11-നാണ് ആശുപത്രിയിൽ അഡ്മിറ്റാകാൻ പറഞ്ഞതെന്ന് ഹർഷീനയുടെ ഭർത്താവ് അഷ്റഫ്. സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്. നമ്മൾ എന്താ പറയുക, ഈ ചികിത്സൻ്റെ പിന്നിൽ 5-6 വർഷത്തോളം നമ്മൾ ഇതിൻ്റെ പിന്നിൽ തന്നെയാണ്. അപ്പം എൻ്റെ ജോലി സംബന്ധമായ എൻ്റെ ബിസിനസ്സും എല്ലാം ഒരു എന്താ പറയുക ഒരു നിന്നുപോയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പം സാമ്പത്തിക പ്രയാസമുണ്ട്. ഈ മാസം 15 മുതൽ ക്രൗഡ് ഫണ്ടിംഗ് ആരംഭിക്കും. സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സഹായം തേടുന്നതെന്ന് സമരസമിതി വ്യക്തമാക്കി. തുടർ ചികിത്സയ്ക്ക് സർക്കാർ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. 24 കോഴിക്കോട്. കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ പെൺകുട്ടിയെ അതിജീവിത എന്ന് വിശേഷിപ്പിച്ച കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ S. ശ്യാംസുന്ദറിന് ബാലാവകാശ കമ്മീഷന്റെ നോട്ടീസ്. 15 ദിവസത്തിനകം അന്വേഷണം നടത്തി DGPക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഇപ്പോൾ വരുന്നത്? പ്രവിധ, കഴിഞ്ഞ ദിവസം പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെ ഈ കുട്ടിയുടെ ഈ കൊലപാതകം നടത്തിയ യുവതിയെ അതിജീവിത എന്ന കമ്മീഷണർ വിശേഷിപ്പിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തംവരക്കൽ ബാലാവകാശ കമ്മീഷനിൽ പരാതി നൽകിയത്. ഇത്തരത്തിൽ അതിജീവിതയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. പിന്നെ ഏത് പശ്ചാത്തലത്തിലാണ് അതിജീവിത എന്ന് വിശേഷിപ്പിച്ചത് എന്നുള്ളതാണ് പരാതിയിലെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബാലാവകാശ കമ്മീഷൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. ഒരു സ്വാഭാവിക നടപടി മാത്രം ആണെന്നും ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തു. ശരി വിഷ്ണു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ബോയിംഗ് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിന്റെ യാത്ര വീണ്ടും മാറ്റിവെച്ചു. ഓക്സിജൻ വാൽവിന്റെ തകരാർ പരിഹരിച്ച് നാളെ വീണ്ടും വിക്ഷേപണം നടത്താനായിരുന്നു ശ്രമം. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
നാസയും ബോയിങ്ങും സംയുക്തമായി നടത്തുന്ന ഈ ബഹിരാകാശ ദൗത്യത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തീകരിച്ച് ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബുച്ച് വിൽമോറും പേടകത്തിനുള്ളിൽ കയറി സ്ട്രാപ്പ് വരെ ഇട്ടതിന് ശേഷമാണ് ഈ സാങ്കേതിക തകരാറുകൾ കണ്ടുപിടിക്കുന്നത്. പേടകവുമായി ബന്ധിപ്പിക്കുന്ന അറ്റ്ലസ് വി റോക്കറ്റിന്റെ മുകൾ ഭാഗത്തുള്ള ഓക്സിജൻ വാൽവിലുണ്ടായ കേടുപാടുകളെ പറ്റിയുള്ള ചില സൂചനകൾ ലഭിച്ചതിനെ തുടർന്നാണ് വിക്ഷേപണം സുരക്ഷാ കാരണങ്ങളാൽ മാറ്റിവെക്കുവാനായിട്ടുള്ള തീരുമാനമെടുക്കുന്നതും പിന്നീട് ഒരു പ്രത്യേക വാഹനത്തിൽ പേടകത്തിനുള്ളിൽ നിന്ന് സുനിത വില്യംസിനെയും വിൽമോറിനെയും തിരിച്ച് എത്തിക്കുകയുമായിരുന്നു. ഇന്നലെ ഇവർ നൽകിയ സൂചനകൾ ഇന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ഈ വിക്ഷേപണം നടക്കുമെന്നാണ്. എന്നാൽ ഇതുവരെ ഈ ഓക്സിജൻ വാൽവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ എന്താണ് പ്രശ്നങ്ങളെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഈ വിക്ഷേപണം ഇന്ന് നടക്കത്തില്ല. തന്നെയുമല്ല, മെയ് 10-ാം തീയതിക്കുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഇനി നടക്കുന്നത്. കാരണം കാലാവസ്ഥ അനുകൂലമായിരിക്കണം, അങ്ങനെയുള്ള പല ഘടകങ്ങളുമുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ വിക്ഷേപണം നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ബോയിങ്ങും നാസയും ഒക്കെ. ബോയിങ്ങിനെയും നാസയും സംബന്ധിച്ച് ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദൗത്യമാണ്. കാരണം കൊമേഴ്ഷ്യൽ ക്രൂ മിഷൻ ഫെഡറൽ ഏജൻസിയുടെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നടത്തുന്ന പരീക്ഷണ വിക്ഷേപണങ്ങളാണ് ഇത് യാത്രക്കാരുമായിട്ട് ബഹിരാകാശത്തെത്തുന്നത്. ഇതിനു മുമ്പ് 2 പ്രാവശ്യം ബഹിരാകാശ ദൗത്യം പൂർത്തീകരിച്ച അനുഭവ സമ്പത്തുമായിട്ടാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഈ യാത്രയ്ക്കായി ഒരുങ്ങുന്നത്. തന്നെയുമല്ല, ഇവര് ബഹിരാകാശത്ത് എത്തിയാൽ അന്താരാഷ്ട്ര സ്പേസ് സെന്ററിലെ മറ്റ് ഇപ്പോൾ 7 പേരാണ് അവിടെ ഉള്ളവർ. അവരോടൊപ്പം ഏകദേശം ഒരാഴ്ചയോളം ചെലവഴിച്ചതിന് ശേഷം ഇതേ സ്റ്റാർലൈനർ പേടകത്തിൽ തിരിച്ച് ഭൂമിയിലേക്ക് എത്താനാണ് പ്ലാൻ. ഇത് വിജയകരമാകുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചും അത് വളരെ വലിയൊരു നേട്ടമായിരിക്കും. നാസയെ സംബന്ധിച്ചും കാര്യം ഇത് വിജയകരമായി പൂർത്തീകരിക്കുമ്പോൾ 6ാം തവണയായിരിക്കും അമേരിക്ക മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നത്. അനന്തരവൻ ആകാശ് ആനന്ദിനെ പാർട്ടിയുടെ സുപ്രധാന പദവികളിൽ നിന്നും നീക്കി BSP നേതാവ് മായാവതി പക്വത വരും വരെ നിർണായക പദവികളിൽ നിന്ന് മാറ്റി നിർത്തുന്നുവെന്നാണ് വിശദീകരണം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി? പ്രവിത, സ്വന്തം അനന്തരവൻ ആകാശ് ആനന്ദിനെ പാർട്ടിയുടെ നിർണായക പദവികളിൽ നിന്നും മായാവതി മാറ്റി നിർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിൽ തന്റെ പിന്തുടർച്ചാവകാശിയായി ആകാശിനെ മായാവതി പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ പാർട്ടിയുടെ ദേശീയ കോർഡിനേറ്റർ കൂടിയാണ് ആകാശ് ആനന്ദ്. എന്നാൽ അപ്രതീക്ഷിതമാണ് ഈ പ്രഖ്യാപനം എങ്കിൽ പോലും 2 കാരണങ്ങളാണ് ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, മറ്റ് കുടുംബ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആകാശിനെ പിന്തുടർച്ചാവകാശിയായി പ്രഖ്യാപിച്ചതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ പോലും അത് വിഷയമാകുന്നുണ്ട്. BJP അത് വിഷയമായി ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും വിമർശിക്കുന്നതിന് സമാനമായി BSPയും വിമർശനം നേരിടുന്നു. മറ്റൊന്ന്, ആകാശ് ആനന്ദ് പ്രചാരണ ഘട്ടങ്ങളിൽ നടത്തിയ വിവാദ പരാമർശങ്ങളാണ്. BJPക്കെതിരെ കടുത്ത രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്ന അദ്ദേഹം 2 പ്രചാരണ വേദികളിൽ തുടക്കത്തിൽ തന്നെ നടത്തിയ പ്രസംഗങ്ങൾ അത് പരാതിക്കിടയാക്കുകയും കടുത്ത വിമർശനത്തിന് വഴിവെക്കുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ആ പരാതികൾ നിലനിർത്തുന്നുണ്ട്. അതേസമയം മായാവതി വിശദീകരിച്ചത് പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണ് എന്നും പാർട്ടിക്ക് വേണ്ടിയാണ് ഈ നടപടി എന്നുമാണ്. ഈ ആകാശിന് പക്വതയാകും വരെ ഈ പദവികളിൽ നിന്നും മാറ്റി നിർത്തുന്നു എന്നാണ് മായാവതി നൽകുന്ന വിശദീകരണം. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. കിഴക്കൻ റഫേൽ ആക്രമണം കടുപ്പിക്കാനുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ച ഐക്യരാഷ്ട്ര സംഘടന എത്രയും പെട്ടെന്ന് ആക്രമണം അവസാനിപ്പിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പ് എത്തിയതിന് പിന്നാലെ തലചായ്ക്കാൻ ഇടം തേടിയുള്ള നെട്ടോട്ടത്തിലാണ് റഫേലിലെ ജനങ്ങൾ. കിഴക്കൻ റഫേൽ അഭയം തേടിയ പലസ്തീനിലെ ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രയേൽ സേന. അൽമവാസിയിലും ഖാൻ യൂനിസിലെ ദാറൽ ബലായിലും അഭയം തേടണമെന്നാണ് നിർദ്ദേശം. എന്നാൽ ഈ 2 പ്രദേശങ്ങളും ജനവാസയോഗ്യമല്ല. كل الأماكن مليانة نازحين، طلعنا بدري نهائيا مش لاقيين مكان بالمرة، حتى يعني لو احنا نازحين طالعين من البيت مش لاقيين خيمة أصلا عشان تقوينا. അൽമവാസയിൽ കാലുകുത്താൻ പോലും ഇടമില്ലാത്ത വിധം ഗസയിൽ നിന്നുള്ള അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുകയാണ്. ഖാൻ യൂനിസിലാകട്ടെ പൂർണ്ണമായും തകർന്ന പ്രദേശവും കുടിവെള്ളമോ വൈദ്യുതിയോ ഇല്ല.
കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ അതിജീവനത്തിന് സാധ്യത മങ്ങുകയാണ്. ഇതിനിടെ കിഴക്കൻ റഫയിൽ വ്യോമാക്രമണം കടുപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് ഐക്യരാഷ്ട്ര സംഘടനാ തലവൻ അന്റോണിയോ ഗുട്ടറസ് രംഗത്തെത്തി. For the Palestinian and Israeli people and for the fate of the entire region. An agreement between the government of Israel and the leadership of Hamas is essential to stop the unbearable suffering of Palestinians in Gaza and of the hostages and their families. ഒഴിഞ്ഞുപോകാനുള്ള മുന്നറിയിപ്പ് എത്തിയതിനു പിന്നാലെ പരിഭ്രാന്തരായി അലയുകയാണ് ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ. ഇന്റർനാഷണൽ ഡെസ്ക് 24. കൊച്ചി കിൻഡർ ഹോസ്പിറ്റലും KLF നിർമ്മൽ കോൾഡ് പ്രസ് വിർജിൻ കോക്കനട്ട് ഓയിലും സംയുക്തമായി ഗർഭിണികൾക്കായി ഫാഷൻ ഷോ സംഘടിപ്പിക്കുന്നു. കിൻഡർ താരാട്ടഴക് സീസൺ 3 എന്ന പേരിൽ ഈ മാസം 12-ന് കൊച്ചിയിലെ താജ് വിവാൻഡ ഹോട്ടലിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തെന്നിന്ത്യൻ താരം അമല പോൾ മുഖ്യാതിഥിയാകും. കഴിഞ്ഞ വർഷം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവയിൽ ഫാഷൻ ഷോ ഇടം നേടിയിട്ടുണ്ട്. ഇത്തവണ വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ടാണ് സംഘടിപ്പിക്കുന്നത്. കിൻഡർ ഗ്രൂപ്പ് CEO രഞ്ജിത്ത് കൃഷ്ണൻ, CEO സതീഷ് കുമാർ, ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ മധുജ ഗോപിശ്യാം, KLF നിർമ്മൽ ഇൻഡസ്ട്രീസ് മാനേജിംഗ് ഡയറക്ടർ സണ്ണി ഫ്രാൻസിസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ കഴിഞ്ഞ ഇത് നമ്മുടെ സീസൺ 3 ആണ്. ഇതിനെ കിൻഡർ താരാട്ടഴക് സീസൺ 3 എന്നാണ് നമ്മൾ അതിനെ നെയിം ചെയ്തിരിക്കുന്നത്. അപ്പൊ സീസൺ 3 എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സീസൺ 1 സീസൺ 2 ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം കഴിഞ്ഞ സീസൺ 2-ലും ഈ പറഞ്ഞ പോലെ വളരെ നല്ലൊരു പാർട്ടിസിപ്പേഷൻ നമ്മൾ ഗോകുലം ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നത്. പക്ഷെ ഈ പ്രാവശ്യം ഹോട്ടൽ താജ് വിവാന്തയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഷോ സ്റ്റോപ്പർ ആയിട്ട് ഫേമസ് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് അമല പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. മേഡമായിരിക്കും ഇതിന്റെ ഒരു ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്. ക്യാൻസർ രോഗികൾക്ക് വേദനരഹിതമായ ചികിത്സ നൽകാൻ പിക് സെന്ററുമായി കോഴിക്കോട് MPR ക്യാൻസർ സെന്റർ. ദക്ഷിണേന്ത്യയിലെ ആദ്യ പിക് സെന്റർ KK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പിക് സെന്റർ വഴി ആരോഗ്യമേഖലയിലുള്ളവർക്ക് പരിശീലനവും MPR ക്യാൻസർ സെന്റർ നൽകുന്നുണ്ട്. ചെയർമാൻ CN വിജയകൃഷ്ണൻ, ഡയറക്ടർ ഡോക്ടർ നാരായൺകുട്ടി വാര്യർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു.